അള്ളാഹു സ്ത്രീകളോട് പർദ്ദ ധരിക്കാൻ പറഞ്ഞത് എന്തിനാണ് നിങ്ങൾക്കറിയോ? എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാൻ മാത്രല്ല, ഞാൻ നിങ്ങളെ കൺമുമ്പിൽ കാണിച്ചുതരാം. എന്നിട്ട് വേണം ഇവിടെ വേറെ പ്രശ്നം ഉണ്ടാവാനല്ലേ? ഇപ്പൊ എന്റെ കയ്യിലുള്ളത് എന്താണെന്നറിയോ? നല്ല ഒരു മധുരമുള്ള മിഠായിയാണ്. ഇത് പറയാനാണോ ഈ കഥാപ്രസംഗം മുഴുവൻ നടത്തിയത്? അതിന്റെ ബോഡിയെ, അതിന്റെ ശരീരത്തെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഇനി നമുക്ക് ഈ മിഠായിയുടെ വസ്ത്രമൊന്ന് ഊരി നോക്കാം. മനുഷ്യനാവണം ആദ്യം, ഒരു കൺട്രോളിംഗ് കപ്പാസിറ്റി ഒക്കെ വേണം. ഇതിനെ നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. എന്താ എന്റെ ഉദ്ദേശം? ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ആരും പോകരുത്. ബുദ്ധിരാക്ഷസൻ, ചാണക്യൻ എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. നമ്മൾ ആ മിഠായിയെ വന്ന് നോക്കിട്ടോ, എന്താണ് അവസ്ഥ നിങ്ങൾ കണ്ടോണി. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ? എത്ര ഇടി വെട്ടണു അതിലൊരെണ്ണം. വസ്ത്രമിടാത്ത ആ മിഠായിയെ കൊത്തിവലിക്കാൻ എത്രങ്ങാനൊരാളുകളെ നോക്കാ നിങ്ങള്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും പർദ്ദ ധരിച്ച് നടക്കുന്ന സ്ത്രീയുടെയും പർദ്ദ ധരിക്കാതെ നടക്കുന്ന സ്ത്രീയുടെയും ഉദാഹരണം എന്താണെന്ന്. ഇപ്പൊ ഒരു വിവരം കിട്ടി. നിനക്കൊക്കെ ഒരു വിവരമില്ലെന്ന്.